നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലയാളത്തിൻ്റെ സൂപ്പർ മെഗാ താരം മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരികയാണെന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബന്ധമുള്ള പ്രമുഖ നിർമ്മാതാവ് ആൻഡോ ജോസഫ്, മമ്മൂട്ടിയുടെ സന്തത സഹചാരി ജോർജ് എന്നിവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. എല്ലാ അസുഖങ്ങളും മാറി മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനായി സിനിമാ മേഖലയിലേക്ക് തിരിച്ചു വരികയാണ്. 3 മാസമായി അദ്ദേഹം മദ്രാസിൽ വിശ്രമത്തിലായിരുന്നു. അദ്ദേഹത്തിന് വയറ്റിൽ ചില ഗുരുതരമായൊരു രോഗമുണ്ടാവുകയും അതേ തുടർന്ന് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും നിരവധി ടെസ്റ്റുകളും നിരവധി പരിശോധനകളെല്ലാം നടത്തി രോഗം ഉറപ്പിക്കുകയും പിന്നീട് നിരന്തരമായ ചികിത്സയിലൂടെ അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് പൂർണ്ണ ആരോഗ്യവാനായി രോഗവിമുക്തനായി തിരിച്ചു വരികയാണെന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങളെല്ലാം നമ്മളെ അറിയിക്കുന്നത്. മലയാളികൾക്ക്, സിനിമയെ സ്നേഹിക്കുന്നവർക്ക്, മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഇതൊരു സന്തോഷ വാർത്തയാണ്. മലയാളത്തിലെ സിനിമ മേഖലയിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു നടനാണ് മമ്മൂട്ടി. മലയാളത്തിൻ്റെ പുരുഷ സൗന്ദര്യത്തിൻ്റെ പ്രതീകമെന്നുവരെ മമ്മൂട്ടി വാഴ്ത്തപ്പെട്ടതാണ്. അപ്രപാളകളിൽ നിത്യവിസ്മയങ്ങളായ നിരവധി കഥാപാത്രങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിരുന്നു. അദ്ദേഹം രോഗബാധിതനായി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വന്നപ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയിരുന്നു. അദ്ദേഹത്തിന് രോഗവിമുക്തി ഉണ്ടാകുമോ എന്നുള്ള സംശയവും അടുത്ത കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പൂർണ്ണ ആരോഗ്യവാനായി ഇന്ന് എന്ന് വച്ചാൽ ചൊവ്വാഴ്ച 11:30 നടത്തിയ എൻഡോസ്കോപ്പി ടെസ്റ്റ് വരെ അദ്ദേഹം പരിപൂർണ ആരോഗ്യവാനാണെന്ന് വിധിയെഴുതി കഴിഞ്ഞു. അതോടുകൂടി അദ്ദേഹം ഇനി സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. പഴയ പ്രതാപത്തോടെ, പഴയ കരുത്തോടെ മമ്മൂട്ടി ഒരു കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരികയാണ് മലയാള സിനിമാ ലോകത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ കഴിഞ്ഞ 3-4 മാസമായി സിനിമാ ലോകത്ത് ഇല്ലാതിരുന്നത് കൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളും പരാതികളുമെല്ലാം ആ സിനിമാ ലോകത്ത് നിന്ന് ഉയർന്നു കേട്ടിരുന്നു. ഒരുപക്ഷെ മലയാള സിനിമാ ലോകത്തെ നയിച്ചിരുന്നത് മലയാള സിനിമയിലെ അമ്മയടക്കമുള്ള സംഘടനകളുടെ എല്ലാത്തിൻ്റെയും ഒരുപക്ഷെ അവസാന വാക്ക് മമ്മൂക്കയായിരുന്നു. മാത്രമല്ല, വിതരണക്കാരുടെ സംഘടനയും പ്രൊഡ്യൂസർമാരുടെ സംഘടനയും അങ്ങനെ സംഘടനകളെല്ലാം തന്നെ മമ്മൂക്കയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയും അതിന് വലിയ വില കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഒരു പ്രതീകം തന്നെയാണ് മമ്മൂട്ടി. അദ്ദേഹത്തിന് രോഗം ബാധിച്ചുവെന്നും അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ മലയാളികൾ, ലോകത്തെങ്ങുമുള്ള മലയാളികൾ ഏറെ വിഷമിച്ചിരുന്നു, ദുഃഖിച്ചിരുന്നു. എന്നാൽ അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മമ്മൂട്ടി ഇതാ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരികയാണ്. മുടങ്ങിയ സിനിമാ പ്രൊജക്റ്റുകളെല്ലാം ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഹേഷ് നാരായണൻ്റെ സിനിമയടക്കം വീണ്ടും ആരംഭിക്കും. ചെറിയൊരു വിശ്രമത്തിനും ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് എത്തുമെന്നും അതിനുശേഷം മുടങ്ങിപ്പോയ സിനിമാ പ്രൊജക്റ്റുകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നുവെന്നും പഴയതുപോലെ പൂർവാധികം ശക്തനായി മമ്മൂട്ടി മലയാള സിനിമാ ലോകത്തേക്ക് കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരികയാണെന്നും ഇനിയും നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിനയ ചാതുര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും ഇപ്പോൾ അദ്ദേഹത്തുമായി അടുത്ത വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നു.